ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ, വലിയ നോമ്പിൻ്റെ 4-ാമത്തെ ആഴ്ച കനാനിയ സ്ത്രീയുടെ മകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം ഇവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ പ്രാർത്ഥിക്കുന്നത് മകൾക്ക് വേണ്ടിയാണ്, മകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. ആ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന അനുഭവം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് മകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണെങ്കിലും ദൈവത്തോട് പറയുന്നത് എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ്. എൻ്റെ ജീവിതം കൊണ്ടാകാം എൻ്റെ മകളുടെ ജീവിതത്തിൽ രോഗമുണ്ടായത്, എന്നാൽ എൻ്റെ ജീവിതത്തിലെ കുറവുകൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുവാൻ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുന്ന ഒരു അമ്മയുടെ മനോഭാവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, മക്കളെ യഹോവ നൽകുന്ന ഉദരഫലം ദൈവം തരുന്ന അനുഗ്രഹവും മക്കളെ യഹോവ തരുന്ന അനുഗ്രഹവുമാകുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ദൈവം തന്ന അനുഗ്രഹത്തിന്, ദൈവം തന്ന നന്മയ്ക്ക് ഒരു കുറവുണ്ടാകുമ്പോൾ, സൗഖ്യം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അതെൻ്റെ ജീവിതത്തിലെ കുറവാണെങ്കിൽ ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ദൈവം തന്ന അനുഗ്രഹത്തിന് ഒരു നന്മയും കുറവ് വരാതെ വണ്ണം ദൈവാനുഗ്രഹത്തിന്റെ നിറവോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ആശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ അവളെ സഹായിക്കേണ്ടതിന് എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിക്കുന്ന ഒരു അമ്മയുടെ നിലവിളിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ മക്കളെ ദൈവാനുഗ്രഹത്തിൽ വളർത്തുവാൻ ഇടയാകണം. നമ്മുടെ മക്കൾ ദൈവാനുഗ്രഹത്തിൽ വളരുവാൻ ഇടയാകണമെങ്കിൽ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടാകണം. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലുമാണ് ഇന്ന് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയാൽ ഓർക്കണം, ദൈവാനുഗ്രഹം നമ്മുടെ മക്കൾക്ക് നഷ്ടമായി പോകും. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതുപോലെ ഒരുമിച്ചിരുന്ന് കുടുംബമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയാകണം. യോശുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന്. ആ യോശുവയോട് ചേർന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ നന്മ, നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയാകണം. ശലോമോൻ 1 ശമൂവേലിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ, ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ലഭിച്ച മകനെ അവന് പ്രായമാകുമ്പോൾ ദൈവസന്നിധിയിൽ കൊണ്ട് ഏൽപ്പിക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ ദർശിക്കുവാൻ കഴിയുന്നു. പ്രിയരെ, നമുക്കും ദൈവം തന്നതിനെ ദൈവാനുഗ്രഹത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാൻ ഈ ദിവസം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.